UPC സിവിൽ സർവീസ് എക്സാമിനേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും മെയിൻസിന് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം. ഏതെടുക്കണം? ഒരുപാട് കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. പല മെന്റേഴ്സും പല അക്കാദമീസും പല സജഷൻസ് തരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഓപ്ഷണൽ സബ്ജക്ട്സിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. റീസെന്റ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി പേര് ഹിസ്റ്ററി ഓപ്ഷണൽ തിരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ട്? പലപ്പോഴും ഹിസ്റ്ററിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാൽ ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്, വാസ്റ്റ് സിലബസ് ആണ്, പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില സയൻസ് സബ്ജക്ട്സിന്റെ ഒക്കെ പ്രിന്റഡ് സിലബസ് വളരെ ചെറുതാണെങ്കിലും അത് ഒരു വർഷം എടുക്കും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കാരണം അത് ഓരോ മോഡ്യൂളിലേക്കും കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലേക്കും കയറി കഴിയുമ്പോൾ അത് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അങ്ങനെ അങ്ങ് പോവാണ്. ഹിസ്റ്ററി ഓപ്ഷണൽ സ്കോറിംഗ് ആണോ? നിങ്ങൾ ജസ്റ്റ് നോക്കൂ. 2023 നൗഷീൻ ഓൾ ഇന്ത്യ റാങ്ക് 9, ആളുടെ ഓപ്ഷണൽ ഹിസ്റ്ററി ആയിരുന്നു. 2021 സുധീഷ് ശർമ്മ ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് അല്ലെങ്കിൽ 1, ആളുടെ ഓപ്ഷണൽ ഹിസ്റ്ററി ആയിരുന്നു. ഇനി 2022 തന്നെ ജാൻവി 302 സ്കോർ ചെയ്തത് ഹിസ്റ്ററി ഓപ്ഷനിലായിരുന്നു. യെസ്, ഇനി നിങ്ങൾ 2020 നോക്കൂ. 2020 ടോപ്പ് 10 വരുന്നതിൽ യെസ് 3 പേരോളം ഹിസ്റ്ററി ഓപ്ഷണൽ ആണ്. അപ്പൊ ഈ ഹിസ്റ്ററി ഓപ്ഷണലിനെ കുറിച്ചുള്ള മിഥ്യാധാരണ നിങ്ങൾ ആദ്യം തലയിൽ നിന്ന് എടുത്തു കളയുക. ഹിസ്റ്ററി ഓപ്ഷണൽ തീർച്ചയായും സ്കോറിംഗ് ആണ്. ഒരുപാട് പേര് 300+ ഇതിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. എന്തുകൊണ്ട് ഹിസ്റ്ററി ഓപ്ഷണൽ നല്ലൊരു ഓപ്ഷണൽ ആവുന്നു, നല്ലൊരു ലൈക്ക് മെയിൻസിൽ നിങ്ങളെ സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷണൽ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ നോക്കൂ. യെസ്, ഇതൊരു സ്റ്റാറ്റിക് സബ്ജക്റ്റ് ആണ്. സാമാന്യം ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററിന്റെ ആൻസേഴ്സ് എഴുതുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഒരുപാട് സമയം കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. സ്റ്റാറ്റിക് സബ്ജക്ട്സ് ഭംഗിയായിട്ട് കവർ ചെയ്യുക, അതിനെ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് കറണ്ട് റെലവന്റ് കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുക. UPC പഠിക്കുന്ന ഏതൊരു ആസ്പിരന്റും എന്തായാലും ന്യൂസ് പേപ്പർ വായിച്ചിരിക്കും. അത് മതി ഈ ഹിസ്റ്ററി ഓപ്ഷണൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാനായിട്ട്. സോ ഇത് മോസ്റ്റ്ലി സ്റ്റാറ്റിക് ആണ്, ക്വസ്റ്റ്യൻസും സ്റ്റാറ്റിക് ആണ്. പക്ഷെ ഒരു പോളിഷ്ഡ് ആൻസർ എഴുതാൻ കുറച്ചൊക്കെ കറണ്ട് അഫയേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഇവിടെ സിലബസ് ലിമിറ്റഡ് ആണ്. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ലിമിറ്റഡ് ഏരിയാസിൽ നിന്നാണ്. ദാറ്റ് മീൻസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ, ചോദിച്ച ഏരിയാസ് തന്നെ വർഷങ്ങളോളം റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ട്രെൻഡും ഹിസ്റ്ററിക്കുണ്ട്. ഇവിടെ GS1, GS2, GS3, GS4 പോലുള്ള മെയിൻസിന്റെ പ്രധാനപ്പെട്ട ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ ഹിസ്റ്ററി നോളജ് അത് സൊസൈറ്റീന്റെ ആൻസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്കണോമീന്റെ ആൻസേഴ്സ് ആയിക്കോട്ടെ, എത്തിക്സിന്റെ ആൻസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിക്കോട്ടെ, എന്ന് വെച്ചാൽ GS1, GS2, GS3, GS4 ഒക്കെ പല ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് ഹിസ്റ്ററിയിൽ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇവിടെ മസ്റ്റ് ആണ്. കാരണം പലപ്പോഴും ഹിസ്റ്ററിനെയോ കൾച്ചറിനെയൊക്കെ ക്ലബ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ പല സബ്ജക്ട്സിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റൊരു പ്രത്യേകത, ഇവിടെ നമ്മൾ കുറെ ഫാക്റ്റും ഫിഗേഴ്സും അല്ല ബൈഹാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ പക്ക അനാലിറ്റിക്കൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. നിങ്ങൾ എങ്ങനെയാണോ GSന് പഠിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓപ്ഷനിൽ പഠിക്കാം. ഇവിടെ ഹിസ്റ്ററി ഓപ്ഷനിൽ വേണ്ടിയിട്ട് കുറെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുകയോ ബൈഹാർട്ട് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ജനറൽ സ്റ്റഡീസിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ധാരാളം. നൗ സ്റ്റോറി മോഡിൽ അപ്രോച്ച് ചെയ്തോളൂ. നിങ്ങൾ ഒരു ആൻഷ്യന്റ് ഇന്ത്യനെ ഒരു കഥ പോലെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. മിഡീവൽ ഇന്ത്യനെ ഒരു കഥ പോലെ മനസ്സിലാക്കിക്കോളൂ. മോഡേൺ ഇന്ത്യയും പോസ്റ്റ് ഇൻഡിപെൻഡൻസും വേൾഡ് ഹിസ്റ്ററിയും നല്ല മനോഹരമായിട്ടുള്ളൊരു കഥയായിട്ട് അതിലെ പല സീക്വൻസ് ആയിട്ട് പല മൊഡ്യൂൾസിനെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും ഫോളോ ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ സിറ്റിസണും അത് IAS ആയില്ലെങ്കിലും ശരി, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തെങ്കിലും ശരി, ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാനും നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ, എക്കണോമിക്, കൾച്ചറൽ, റിലീജിയസ് വ്യവസ്ഥിതികളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ചരിത്രത്തിൽ അത്യാവശ്യവും വിവരവും ബോധവും ഉള്ളത് നല്ലതാണ്. ഓക്കെ, നൗ യു സീ ദാറ്റ് യെസ്, വിത്തൗട്ട് ഹിസ്റ്ററി ദർ ഈസ് നത്തിങ് എക്സിസ്റ്റ്, ദെൻ സീ സോഴ്സസ്. മറ്റൊരു പ്രത്യേകത, ഹിസ്റ്ററി ഓപ്ഷനിൽ ഒരുപാട് സോഴ്സസ് ഉണ്ട്. സോഴ്സസ് എന്ന് പറയുന്നത് മറ്റൊരു ഓപ്ഷണൽ സബ്ജക്റ്റിന് ഇല്ലാത്ത അത്രയും സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സോഴ്സസ് ലിമിറ്റഡ് അല്ല. നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാനും വാല്യൂ എഡീഷൻ ചെയ്യാനും കണ്ടന്റ് എൻട്രി ചെയ്യാനും ഒരുപാട് സോഴ്സസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഒരുപാട് തിയറീസും ഫോർമുലാസും ഒന്നും നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. മറ്റൊരു പ്രത്യേകത, ഇതൊരു ഹ്യൂമാനിറ്റി സ്ട്രീമിൽ ആയതുകൊണ്ട് തന്നെ ആർട്സ് ബാക്ക്ഗ്രൗണ്ട്സ്
അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണെങ്കിലും ശരി, ഇവിടെ നമുക്ക് ഈ ഓപ്ഷണൽ ഒരു ഭാരമായിട്ട് മാറത്തില്ല. നേരെ മറിച്ച് ചില സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിന് ഗ്രാജുവേഷനിലോ പോസ്റ്റ് ഗ്രാജുവേഷനിലോ നിങ്ങൾക്ക് ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്, അല്ലെങ്കിൽ ആ സബ്ജക്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇനിയിപ്പോൾ ഡിഗ്രിക്ക് ഹിസ്റ്ററി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും വളരെ കൂളായിട്ട് പഠിക്കാൻ പറ്റുന്ന, പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് UPSC മെയിൻസിൽ ഹിസ്റ്ററി. ഓക്കെ, നൗ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പല വർഷങ്ങളായിട്ട് 300-ൽ മേലെ മാർക്ക് സ്കോർ ചെയ്ത ചരിത്രം ഹിസ്റ്ററിക്കുണ്ട്. ഇനി ഹിസ്റ്ററിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരും പുച്ഛിക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഹിസ്റ്ററിനെ താഴ്ത്തി കെട്ടിയേ സംസാരിക്കുകയുള്ളൂ. പക്ഷെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഹിസ്റ്ററിയിൽ ടോപ്പേഴ്സും ഉണ്ട്. യെസ്, ശ്രുതി ശർമ്മ ഓൾ ഇന്ത്യ റാങ്ക് 1 ആളുടെ ഓപ്ഷനിൽ ഹിസ്റ്ററി ആയിരുന്നു. വേറെ കുറെ ടോപ്പേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 300-ന്റെ മേലെ സ്കോർ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഹിസ്റ്ററി ഒബ്വിയസ്ലി ഒരു സ്കോറിംഗ് ഓപ്ഷണൽ ആണ്. മറ്റൊരു പ്രത്യേകത, ഇവിടെ മറ്റൊരു ഓപ്ഷനിലും ഇല്ലാത്തൊരു സംഭവമാണ്, ഇവിടെ പേപ്പർ 1-ൽ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. 50 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. അതായത് ഒരു പ്ലെയിൻ മാപ്പിൽ കുറച്ച് സൈറ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്ത് ഏത് സൈറ്റാണ് എഴുതണം, അതിന്റെ ക്ലൂസും തന്നിട്ടുണ്ടാവും. ആ സൈറ്റ് ഏതാന്ന് എഴുതിയിട്ട് അതിന് ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കുക. അപ്പോൾ വളരെ ചുളുവില് ഒരു 50 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ പേപ്പർ 1-ലുണ്ട്. അപ്പൊ ഇതൊക്കെ ഹിസ്റ്ററിനെ മറ്റുള്ളതിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നു. ഇനി ഹിസ്റ്ററി ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ പറയുന്നു, ഹിസ്റ്ററി പ്രിലിംസിൽ നമ്മൾ ഹിസ്റ്ററി ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, നമ്മൾ ഈ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്കറിയാം 2 ഒബ്ജക്റ്റീവ് പേപ്പേഴ്സ് ആണ്. അതിൽ പേപ്പർ 1-ൽ നമുക്ക് ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെന്റ് പോലുള്ള സബ്ജക്ട്സ് ആണ് ഉള്ളത്. അതിൽ ഹിസ്റ്ററിയിൽ നിന്ന് മാത്രം ഒരു 15 തൊട്ട് 20 ക്വസ്റ്റ്യൻസോളം ഹിസ്റ്ററിയിൽ നിന്ന് മാത്രം ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പേപ്പർ 1-ൽ നമുക്കൊരു 30 തൊട്ട് 40 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് ഹിസ്റ്ററി എന്ന് വെച്ചാൽ അതിന്റെ ആൻഷ്യൻ, മീഡിയവൽ, മോഡേൺ, ആർട്ട് ആൻഡ് കൾച്ചർ പാർട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 15 ക്വസ്റ്റ്യൻസ് മിക്ക വർഷങ്ങളിലും UPSC ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഹിസ്റ്ററി ഓപ്ഷൻ പഠിച്ച ഒരാളുടെ അഡ്വാൻറ്റേജ് അവിടെയാണ്. ഏത് ഡീപ്പർ ഏരിയാസിൽ നിന്ന് ഹിസ്റ്ററി, കൾച്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഹിസ്റ്ററി ഓപ്ഷനിൽ പഠിച്ച ഒരാൾക്ക് ആ 15 ക്വസ്റ്റ്യൻസും ആൻസറബിൾ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. ഒരുപക്ഷെ GS മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ അത്രയും ഡീപ്പ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഓക്കെ, നൗ മറ്റൊന്ന്, മെയിൻസിൽ ഞാൻ പറഞ്ഞു, മെയിൻസിൽ നിങ്ങളുടെ GS 1-ൽ അവിടെ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഒരു 19 മാർക്കിന്റെ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സൊസൈറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ജോഗ്രഫിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ പലപ്പോഴും സൊസൈറ്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നെങ്കിൽ ഹിസ്റ്ററിയും സൊസൈറ്റിയും കൂടി ക്ലബ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റിയും കൾച്ചറും കൂടി ക്ലബ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ നോളജ് ഈസ് എസെൻഷ്യൽ ഫോർ ആൻസറിങ് സം സൊസൈറ്റി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുപോലെ തന്നെ GS 2-ലാണെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935-നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും പൊളിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷനും ഗവർണൻസ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും കൂടി ലിങ്ക് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസും ചിലപ്പോൾ ഹിസ്റ്ററിയും കൂടി ക്ലബ് ചെയ്തിട്ടായിരിക്കും ഒരു കറണ്ട് IR ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. GS 3-ൽ എക്കണോമിയിലും സെക്യൂരിറ്റിയിലൊക്കെ ഇതേ ട്രെൻഡ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. GS 4 തീർച്ചയായിട്ടും നിങ്ങൾ തിങ്കേഴ്സിനെയും പേഴ്സണാലിറ്റീസിനെയും കോൺട്രിബ്യൂട്ടേഴ്സിനെയും ഒക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ മോഡേൺ വേൾഡിലും അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയിലും അല്ലെങ്കിൽ ആൻഷ്യൻ ഇന്ത്യയിലും മിഡീവൽ ഇന്ത്യയിലൊക്കെ പഠിക്കുന്ന കുറെ ഫിലോസഫേഴ്സും തിങ്കേഴ്സും ടീച്ചേഴ്സും കോൺട്രിബ്യൂട്ടേഴ്സും ഒക്കെ GS 4-ൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. എസ്സേയിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുപാട് ഡയമെൻഷൻസിൽ എഴുതേണ്ട ഒരു സാധനമാണ് എസ്സേ. ആ എസ്സേന്റെ ഒരു ഡയമെൻഷൻ മിനിമം ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ ആയിരിക്കും. ഇനി ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള, കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള, ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും എസ്സേ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഹിസ്റ്ററിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞാൻ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവേഴ്സ് ഡെവലപ്മെന്റ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ. ഈ ക്വസ്റ്റ്യൻ GS 1-ൽ ചോദിച്ചാണ്, ഓപ്ഷനിൽ ചോദിച്ചതല്ല, GS 1-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് നന്നായിട്ട് എഴുതാൻ പറ്റുന്നത് ഓപ്ഷനിൽ പഠിച്ച ഒരാൾക്ക് ഈ ജോഗ്രഫിനെയും ഹിസ്റ്ററിനെയും കൂടി അല്ലെ ആൻഷ്യൻ ഇന്ത്യനെയും കൂടി ക്ലബ് ചെയ്ത് വളരെ മനോഹരമായിട്ട്, അല്ലെങ്കിൽ ആൻഷ്യൻ ഇന്ത്യ യെസ് ഹൗ ദീസ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ആൻഷ്യൻ ഇന്ത്യ, ഓപ്ഷനിൽ പഠിച്ച ഒരാൾക്ക് കുറച്ചും കൂടി മനോഹരമായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. വാട്ട് were the major technological changes introduced during, because നമ്മൾ ഹിസ്റ്ററി ഓപ്ഷനിൽ പഠിക്കുമ്പോൾ അതിൽ ജോഗ്രഫിക്കൽ ഹിസ്റ്ററിയും എക്കണോമിക് ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയും കൾച്ചറൽ ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും ഒക്കെ വളരെ മനോഹരമായിട്ട് കവർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് were the major technological changes introduced during Sultanate era? GS-ന് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ആൻഷ്യന്റ് മിഡീവൽ ഒക്കെ പഠിക്കുമ്പോൾ മേ ബി അതിന്റെ ഒരു കൾച്ചർ ടച്ച് ചെയ്ത് വിടുന്ന അല്ലാണ്ട്
ഒരു ടെക്നോളജിക്കൽ ആംഗിളോ അല്ലെങ്കിൽ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിളോ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്കണോമിക് ആംഗിളോ ഒന്നും കാര്യമായിട്ട് കവർ ചെയ്തോണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഓപ്ഷനിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഈസിയാണ്, കാരണം ഈ ആംഗിൾസ് എല്ലാം നമ്മൾ ഓപ്ഷനിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതും GS1 ചോദിച്ച 2023 ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റു ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് വേദിക് സൊസൈറ്റി ആൻഡ് റിലീജിയൻ? ഡു യു തിങ്ക് സം ഓഫ് ദ ഫീച്ചേഴ്സ് ആർ സ്റ്റിൽ പ്രിവൈലിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി? അപ്പൊ സൊസൈറ്റിനെയും ഈ വേദിക് സൊസൈറ്റിനെയും കൂടി ക്ലബ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ അപ്രോച്ചസ് ടു പാർലമെന്ററി സോവറിനിറ്റി. ഡിഡ് ദ യെസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, പൊളിറ്റിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, GS2 ചോദിച്ച ക്വസ്റ്റ്യൻ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ അപ്രോച്ചസ് ടു പാർലമെന്ററി സോവറിനിറ്റി. ഓക്കെ, അതും ഒബ്വിയസ്ലി അതൊരു ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ നോളജ് ഉണ്ടെങ്കിൽ ദിസ് ഇസ് അഗൈൻ വെരി ബ്യൂട്ടിഫുള്ളി ആൻസർഡ്. Did the Government of India Act 1935 lay down a federal constitution? Again, I'm telling you, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് ഒക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ പൊളിറ്റിയിലും കവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വാട്ട് ഐ സേ ഇസ് ലൈക്ക് യെസ്, ഹിസ്റ്ററി പഠിച്ച ഒരാളുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ ഈ പറയുന്നത്. Simplest acts of kindness are by far more powerful than 1,000 head bowing in prayer. മഹാത്മാഗാന്ധി. അപ്പൊ എത്തിക്സിൽ നിങ്ങൾ നോക്കൂ, തിങ്കേഴ്സ്, കോൺട്രിബ്യൂട്ടേഴ്സ്, ഫിലോസഫേഴ്സ് ചോദിക്കുന്നു. എത്രയോ ക്വസ്റ്റ്യൻസ് എത്തിക്സിൽ നമ്മൾ ലൈക്ക് തിങ്കേഴ്സിന്റെയും കോൺട്രിബ്യൂട്ടേഴ്സിന്റെയും ഫിലോസഫേഴ്സിന്റെയും ക്വസ്റ്റ്യൻസ് വരുന്നു. അതൊക്കെ നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നതുകൊണ്ട് അത് ആൻസറബിൾ ആണ്, കുറേയും കൂടി ഈസി ആയിട്ട്. ഇനി എസ് എ ആണെങ്കിലും ശരി, യു കുഡ് സീ ദാറ്റ് എസ്സേയിലും നമുക്ക് ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഹിസ്റ്ററി ടോപ്പിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എസ്സേയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാമാണ് മെയിൻ ആയിട്ടുള്ള റെഫറൻസ് എന്നുള്ളതാണ്. ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കുന്ന ഒരാൾ മെയിൻ ആയിട്ട് റെഫർ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? യൂസി ആൻഷ്യൻ ഇന്ത്യക്ക് ആൻഷ്യൻ ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ ബൈ ഉപേന്ദർ സിംഗ്, ഇന്ത്യസ് ആൻഷ്യൻ പാസ്റ്റ് ബൈ R S ശർമ്മ. മിഡീവൽ ഇന്ത്യക്ക് നിങ്ങൾക്ക് കാണാം യെസ്, ഇൻ മിഡീവൽ ഇന്ത്യ ഫ്രം സൽത്തനറ്റ് ടു മുഗൾസ്, then from Sultanate to Mughals, part 1 and 2, volume 1 and 2, Satish Chandra. Then Ashoka and decline of the Mauryas by Romila Thapar. This is actually this ancient India. Okay. Then see again you can go for medieval India. Irfan Habib is a good source. Okay. Modern India like Biban Chandra is there. Okay. Post independence Biban Chandra is there. Plashi to partition Shekhar Bandobade is there. World history Norman Lowe is there. Then this Arjun Dev is there. അപ്പോൾ സോഴ്സസ് ആർ ദർ. ഞാൻ ജസ്റ്റ് സം എക്സാമ്പിൾസ് സജസ്റ്റ് ചെയ്തേ ഉള്ളൂ, ഇനിയുണ്ട് ഒരുപാട് സോഴ്സസ്. പക്ഷെ അവിടെയും നിങ്ങളുടെ ഒരു സ്മാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ സോഴ്സസിനെ ലിമിറ്റ് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഏരിയാസ് കവർ ചെയ്യാൻ പറ്റണം. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ സ്വീകരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ആൻഷ്യന്റ് മിഡീവലിന്റെ സിലബസ് നോക്കൂ. അതായത് ചില ജൽപ്പനങ്ങളുണ്ട് ഈ പറയുന്ന ഹിസ്റ്ററി ഓപ്ഷനിൽ ഭയങ്കര വാസ്റ്റ് ആണ്, ഭയങ്കര ഡീപ്പ് ആണ്, ഭയങ്കര ഡാർക്ക് ആണ്, ഡൗൺ ആണ്, അതാണ് ഇതാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ സോഴ്സസും പ്രീ ഹിസ്റ്റോറിക്, പ്രോട്ടോ ഹിസ്റ്റോറിക് എന്ന് പറയുന്നത് ഇൻഡസ് സിവിലൈസേഷൻ ആണ്. ഓക്കെ, സി ഇൻഡസ് സിവിലൈസേഷൻ, മെഗാലിത്തിക് കൾച്ചർ, ആര്യൻസ്, മഹാജൻപദാസ്, മൗര്യ, പോസ്റ്റ് മൗര്യ, ഗുപ്താസ്, പോസ്റ്റ് ഗുപ്താസ്, റീജിയണൽ സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ കൾച്ചർ ഓഫ് ദിസ് ആൻഷ്യൻ ഇന്ത്യ. ഇതിലെ മെജോറിറ്റി മോഡ്യൂൾസ്, ഒന്നോ രണ്ടോ മോഡ്യൂൾസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മെജോറിറ്റി മോഡ്യൂൾസും നിങ്ങൾ GS പഠിച്ചേ പറ്റുള്ളൂ. പ്രിലിംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ പഠിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ GS1 നല്ലോണം സ്കോർ ചെയ്യണമെങ്കിൽ, ഹിസ്റ്ററി കൾച്ചർ ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യണമെങ്കിൽ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇത് ഹിസ്റ്ററി ഓപ്ഷനിൽ നിങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും ഈ സബ്ജക്ട്സ് ഒക്കെ മസ്റ്റ് ആയിട്ടും GS പഠിച്ചേ പറ്റുള്ളൂ, പ്രിലിംസിന് പഠിച്ചേ പറ്റുള്ളൂ. അത് തന്നെയാണ് ഈ ഓപ്ഷനിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇവിടെ മെജോറിറ്റി പോർഷൻസ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് പ്രിലിംസിനും അതുപോലെ തന്നെ GS1 വളരെയധികം ഗുണം ചെയ്യുന്നു, അല്ലെങ്കിൽ സെയിം സിലബസ് ആണ് എന്നുള്ളതാണ്. മിഡീവൽ നോക്കൂ, നിങ്ങൾ ഏർലി മിഡീവൽ ഇന്ത്യ 750 to 12th നിങ്ങൾ പഠിക്കുന്നതാണ്. ഈ കൾച്ചറൽ ട്രഡീഷൻസ്, ഭക്തി സൂഫി ട്രഡീഷൻസ് പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ ഡൽഹി സൽത്തനറ്റും ഈ പറയുന്ന മുഗൾസും വിജയനഗർ എംപയറും ബമാനി സുൽത്താനറ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ലൈക്ക് 18th century ഡിക്ലൈൻ ഓഫ് ദ മുഗൾസ് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. അത്രയേ ഉള്ളൂ. ആക്ച്വലി ഇവിടെ ഓരോ സെഞ്ചുറി വൈസ് ഡിവൈഡ് ചെയ്ത് ടൈറ്റിൽ ഇട്ടുന്നേ ഉള്ളൂ. പക്ഷേ മിഡീവലിൽ പഠിക്കുന്ന കാര്യങ്ങൾ സെയിം ആണ്. ഇമ്പീരിയൽ ചോളാസും പാലപ്രതികാര രാഷ്ട്രകൂടാസും ഭക്തി സൂഫി മൂവ്മെന്റ്സും ഡൽഹി സൽത്തനറ്റും വിജയനഗർ എംപയറും മുഗൾ എംപയറും അഡ്വന്റ് ഓഫ് യൂറോപ്യൻസും ഡിക്ലൈൻ ഓഫ് ദ മുഗൾസ് ഒക്കെയാണ് മിഡീവലിൽ പഠിക്കുന്നത്. അതൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മോഡേണിലേക്ക് വരുമ്പോഴും സംഗതി സെയിം ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ്, ബ്രിട്ടീഷ് എക്സ്പാൻഷൻ, കൊളോണിയലിസം, ബ്രിട്ടീഷ് രാജ്, then this colonial impact, socio-religious developments, then this Indian responses to British rule, nationalism, constitutional developments in colonial India, yes, various strands of national movement, then this moderate extremist Gandhian phases, then consolidation as a nation, then this post-independent economic development, political economic development. അപ്പോൾ അതാണ് മോഡേൺ ഇന്ത്യ. സെയിം ഈസ് വിത്ത് യുവർ GS സിലബസ്. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും
ഈ ഇൻഡസ്ട്രിയലൈസേഷനും നാഷൻ സ്റ്റേറ്റ് ബിൽഡിങ്ങും അല്ലെങ്കിൽ World War I World War II അല്ലെങ്കിൽ ഈ പറയുന്ന ഇമ്പീരിയലിസം, കൊളോണിയലിസം, അല്ലെങ്കിൽ ഡീകൊളോണൈസേഷൻ, അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് USSR, ഇതെല്ലാം നമുക്ക് GS1 പഠിക്കാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സിലബസ് വാസ്റ്റ് ആണെന്ന് അലമുറയിട്ട് കരയുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, സ്നേഹത്തോടു കൂടി. യെസ്, ഇത് വാസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്റ്റ് ആണ്. എത്രത്തോളം വാസ്റ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GS വേണ്ടിയിട്ട്, പ്രിലിംസിനും മെയിൻസിനും വേണ്ടി എത്രത്തോളം വാസ്റ്റ് ആണോ അത്രത്തോളം വാസ്റ്റ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ്, മേ ബി ഒരു 20% എന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ കോൺടെസ്റ്റിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനും മെയിൻസ് ക്ലിയർ ചെയ്യാനും അതിന്റെ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പോർഷൻസിന് നല്ല വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ്. തീർച്ചയായിട്ടും മറ്റുള്ള പല GS പേപ്പേഴ്സിൽ അത് ഓവർലാപ്പ് ചെയ്യാറുമുണ്ട്. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാനും മെയിൻസ് ക്ലിയർ ചെയ്യാനും നിങ്ങൾ പഠിക്കുന്ന കോർ സബ്ജക്ട്സിൽ ഒന്നാണ് ഹിസ്റ്ററി. അതിൽ ആൻഷ്യന്റും മിഡീവലും മോഡേണും വേൾഡ് ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. വേൾഡ് ഹിസ്റ്ററിയിൽ ക്വസ്റ്റ്യൻസ് കുറവാണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. UPSCന്റെ ട്രെൻഡ് എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ചെയ്യാം. ഓക്കെ, കുറെ വർഷങ്ങളായിട്ട് മോഡേൺ ഇന്ത്യ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്ന പ്രിലിംസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മോഡേൺ ഇന്ത്യ 1, 2, 3 ക്വസ്റ്റ്യനിലേക്ക് ഒതുക്കിയിട്ട് ആൻഷ്യന്റും മിഡീവലും മാക്സിമം ആയിട്ട് UPSC ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ട്രെൻഡ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകണ്ട. വാട്ട് ഐ സേ ഇസ് ലൈക്ക്, നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? പഠിക്കാനുള്ള സിലബസിൽ തന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. GS എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. യെസ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സീരിയസ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷണൽ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അതൊരു ബേർഡൻ ആവത്തില്ല. കാരണം ഇവിടെ പഠിച്ചാൽ അത് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനും മെയിൻസ് GS1 നല്ലോണം സ്കോർ ചെയ്യാനും സഹായിക്കും എന്നുള്ളത് മാത്രമല്ല, ഈ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററി ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് GS2 3 GS4 essayയിലും ചോദിക്കാനും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള GS പേപ്പേഴ്സിലും അത് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഹിസ്റ്ററിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ NCERT വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, NCERT ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. ബേസ് ബിൽഡ് ചെയ്യാൻ NCERT ടെക്സ്റ്റ് ബുക്സ് അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന എന്താ പറയാ 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERTs 1-2 തവണ വായിച്ചാൽ നല്ലത്. ഓക്കെ, ദെൻ നിങ്ങൾ ഒരു ക്രോണോളജി മെയിൻറ്റെയിൻ ചെയ്യുക. വേൾഡ് ഹിസ്റ്ററി ആൻഷ്യൻ ഇന്ത്യയിലേക്കല്ല പഠിക്കേണ്ടത്. നമ്മൾ ആൻഷ്യൻ ഇന്ത്യ, അതായത് ഫ്ലാഷ് ബാക്ക് തൊട്ട് ഇങ്ങോട്ടേക്ക് പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ പഴയ കഥ ആൻഷ്യൻ ഇന്ത്യ, ഓക്കെ, അതായത് ഈ ഹണ്ടേഴ്സ് ആൻഡ് ഗാദറേഴ്സിന്റെ സ്റ്റോറി വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്നുള്ള ഓരോ ഡെവലപ്പ് വളരെ രസകരമായിട്ടുള്ള, കാരണം ഇൻഡസ് സിവിലൈസേഷൻ ഒക്കെ ഇന്നത്തെ മോഡേൺ സിവിലൈസേഷൻ എത്രത്തോളം തറക്കല്ലിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ ആൻഷ്യൻ ഇന്ത്യ തൊട്ട് മോഡേൺ ഇന്ത്യ വരെ ഒരു ഓർഡർ പിടിക്കുക, ഓർഡറിൽ പഠിച്ചു വരിക. ദെൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്നൊരു എലമെന്റ് ഇവിടെയുണ്ട്. പല ഹിസ്റ്ററിന്റെ മാത്രം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഹിസ്റ്ററിയിൽ ആരെന്ത് പറഞ്ഞാലും അത് ശരിയാണ്. കാരണം ഹിസ്റ്ററിക്ക് ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഡിഫറെന്റ് ഹിസ്റ്റോറിയൻസ് പല രീതിയിലാണ് ഹിസ്റ്ററിനെ അപ്രോച്ച്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറെ ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നു ഇൻഡസ് സിവിലൈസേഷനിൽ ഹോഴ്സ് ഉണ്ടായിരുന്നു, കുറെ ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നു ഇൻഡസ് സിവിലൈസേഷനിൽ ഹോഴ്സ് ഇല്ല എന്നുള്ളത്. അങ്ങനെ പല ഹിസ്റ്റോറിയൻസിനും പല അഭിപ്രായമാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ച് പഠിക്കുമ്പോൾ കൊളോണിയൽ ഹിസ്റ്ററിയൻസിന് കുറെ വ്യൂസ് ഉണ്ടാവും, ഈ വാട്ട് ഈസ് കോൾഡ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിന് കുറെ വ്യൂസ് ഉണ്ടാവും, ഓറിയന്റലിസ്റ്റ് ഹിസ്റ്റോറിയൻസിന് കുറെ വ്യൂസ് ഉണ്ടാവും, നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസിന് കുറെ വ്യൂസ് ഉണ്ടാവും. പല രീതിയിലാണ്. അപ്പൊ പല രീതികൾ എന്താണ്, ഹിസ്റ്ററി പഠിക്കുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററിനെ അപ്രോച്ച് ചെയ്യുന്ന പല രീതികൾ എന്താണ് എന്നുള്ള അറിഞ്ഞു പഠിക്കുന്നതും ഭയങ്കര രസകരമാണ്. അതുപോലെ തന്നെ പാസ്റ്റ് വേർഡ്സ് പ്രസന്റ് എന്ന് പറയുന്നത്, പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രസന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രസന്റിന്റെ ഒരു എലമെന്റ് പാസ്റ്റിലേക്ക് നമുക്ക് ഇൻകുൽക്കേറ്റ് ചെയ്യണമെങ്കിലും ഈ പാസ്റ്റും പ്രസന്റും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡൺ യു സീ ദാറ്റ് PYQs മസ്റ്റായിട്ടും നിങ്ങൾ PYQs നോക്കണം. ഓപ്ഷണൽ എടുക്കുമ്പോൾ അത് ഹിസ്റ്ററി മാത്രമല്ല, ഏത് ഓപ്ഷൻ എടുത്താലും PYQs നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യം വരും ഏത് ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ്, എന്താണ് പഠിക്കേണ്ടത് പഠിക്കേണ്ടാത്തത് എന്നുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു എലമെന്റ് കോൺസെപ്റ്റ് പഠിച്ച് ആൻസേഴ്സ് എഴുതി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ആൻസർ റൈറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. തുടക്കത്തിൽ നിങ്ങളുടെ ആൻസേഴ്സ് എന്തുമായിക്കോട്ടെ, ഡോണ്ട് വറി, ആൻസേഴ്സ് റെഗുലർ ആയിട്ട് എഴുതി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് ദ ഫീഡ്ബാക്സ് റെഗുലർ ആയിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു ഓപ്ഷണൽ കംപ്ലീറ്റ് ചെയ്യാൻ 6-7 മാസം എടുത്തിരിക്കാം. 6-7 മാസം കൊണ്ട് നിങ്ങൾ ഒരു 100 ആൻസർ എഴുതിയിരിക്കാം. ആ 100 ആൻസറിനും ക്ഷമയോടുകൂടി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തന്ന് നിങ്ങളെ ക്ലിയർ ചെയ്ത് നിങ്ങളെ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫൈനൽ എക്സാമിൽ ഹിസ്റ്ററി ഓപ്ഷണൽ നിങ്ങൾ 300+ സ്കോർ ചെയ്തിരിക്കും. ദാറ്റ്സ് അവർ വേർഡ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഓപ്ഷനെ കുറിച്ച് കൂടുതൽ അറിയാനും ഓപ്ഷനിൽ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. That's it.
താങ്ക് യു.